മൈരാഗ്നി അണഞ്ഞു, ഇനി ചക്കുളത്തിപ്പോര്. തിരഞ്ഞെടുപ്പ് കാലമായി എന്ന് നാം അറിയുന്നത് കേരളത്തിലെ 3 മുന്നണികളും അങ്ങ് കാസർഗോഡ് നിന്ന് ഇങ്ങ് തിരുവനന്തപുരം വരെ പല പല പേരുകളിൽ യാത്രകൾ നയിക്കുന്ന ഒരു ആചാരം ഇവിടെ നിലവിലുണ്ട്. കേരള യാത്ര, കേരള പദയാത്ര, കേരള രക്ഷായാത്ര, അങ്ങനെ എന്തൊക്കെ പേരുകൾ. ഇത്തവണയും 3 പാർട്ടികളും ആ ആചാരം അവർക്ക് പറ്റാവുന്ന വിധത്തിൽ അനുഷ്ഠിച്ച് ഒരു വിധത്തിൽ കൊണ്ട് കെട്ടി. BJP സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ നയിച്ച കേരള പദയാത്ര കഴിഞ്ഞ ദിവസം സമാപിച്ചതേയുള്ളൂ. ഈ യാത്രകളോടെ കേരളത്തിലെ പ്രബുദ്ധരായ മുഴുവൻ വോട്ടർമാരും തങ്ങളുടെ പെട്ടിക്കുള്ളിലായി എന്നാണ് 3 കൂട്ടരും അവകാശപ്പെടുന്നത്. സാധാരണഗതിയിൽ ഇത്തരം യാത്രകൾ നയിക്കുന്നത് ഒരൊറ്റ നേതാവായിരിക്കും. എന്നാൽ UDFന്റെ ആഭിമുഖ്യത്തിൽ ഇക്കഴിഞ്ഞ ഫെബ്രുവരി 9 കാസർഗോഡ് നിന്ന് ആരംഭിച്ച സമരാഗ്നി എന്ന യാത്രയ്ക്ക് 2 നേതാക്കന്മാരായിരുന്നു ഉണ്ടായിരുന്നത്. ശരിക്കും പറഞ്ഞാൽ പട്ടി കൊരുത്ത് നടക്കുന്നത് പോലെയായിരുന്നു രണ്ടും കൂടി പിണഞ്ഞ് നടക്കുന്നത്. ഒന്നിടത്തേക്ക് പോകുമ്പോൾ മറ്റേതിന് താല്പര്യമില്ലെങ്കിൽ കൂടി വലിച്ചുകൊണ്ടുപോകും. ഇന്നലെ തിരുവനന്തപുരത്ത് എത്തിയതിനു ശേഷം മാത്രമാണ്, ജാഥയുടെ ക്ലൈമാക്സിന് ശേഷമാണ് രണ്ടിൻ്റെയും പിടിവിട്ടത്. കൊളുത്തിക്കിടക്കുമ്പോഴും നായി കടിപിടി കൂടുന്നത് പോലെ തമ്മിൽ കൊരുത്തി യാത്ര തുടരുമ്പോഴും ആലപ്പുഴയിലും മറ്റു സ്ഥലങ്ങളിലും എത്തിയപ്പോൾ രണ്ടും കൂടി കടിപിടി കൂട്ടുന്നുണ്ടായിരുന്നു. ഇത് ആളുകൾ കാണുന്നതോ അവർ എറിഞ്ഞോടിക്കുന്നതോ പോകുന്നതോ ഒന്നും ഇവറ്റകൾക്ക് യാതൊരു പ്രശ്നവുമല്ല. KPCC പ്രസിഡന്റ് കെ സുധാകരനും പ്രതിപക്ഷ നേതാവ് VD സതീശനും പുതുപ്പള്ളി പത്രസമ്മേളനത്തിൽ തുടങ്ങിയ പരസ്യടി ഇപ്പോഴും അതിശക്തമായി തുടരുന്നു എന്ന് ജനങ്ങൾക്ക് കൂടുതൽ വെളിവായി എന്നത് മാത്രമാണ് ഈ സമരാഗ്നി കൊണ്ടുണ്ടായ ആകെയുള്ള നേട്ടം. ഒരവസരം കാത്തു നിൽക്കുന്ന അധികാര കൊതിയന്മാരായ കുറെ കടൽക്കിഴവന്മാരുടെ കുട്ടകളിയാണ് സമരാഗ്നിയുടെ സമാപന വേദികളിൽ പോലും ഇന്നലെ നാം കണ്ടത്. പരിശോധനയ്ക്കായി അമേരിക്കയിലേക്ക് പോയി എങ്കിലും മാരക രോഗം കൊണ്ട് സുധാകരന്റെ മാനസിക നില പോലും തകർന്നു എന്ന് സംശയിക്കത്തക്ക രീതിയിലുള്ള പ്രസ്താവനകളാണ് സമരാഗ്നിയിലുടനീളം അദ്ദേഹം നടത്തിയത്. സുധാകരന്റെ പാളിച്ചകൾ അവസരം കിട്ടിയപ്പോഴൊക്കെ തുറന്നു കാണിക്കുവാൻ സതീശനും നന്നായി പരിശ്രമിച്ചു. UDF നേതൃത്വത്തിന്റെ എല്ലാ ശിഥിലതയും, സുധാകരന്റെ കൂറത്തരവും യാതൊരു സ്വബോധവും സുധാകരനില്ല എന്ന് വിളിച്ചറിയിക്കുന്നതായിരുന്നു ആലപ്പുഴയിൽ സംഭവിച്ചത്. സമരാഗ്നിയോടനുബന്ധിച്ച് ആലപ്പുഴയിൽ കഴിഞ്ഞ ശനിയാഴ്ച രാവിലെ 10 മണിക്ക് പറഞ്ഞിരുന്ന പത്രസമ്മേളനം 3/4 മണിക്കൂർ വൈകിയാണ് തുടങ്ങിയത്. അതോടെയാണ് പത്രസമ്മേളനത്തിന് സതീശനെ കാത്തിരുന്ന സുധാകരൻ മുഷിഞ്ഞത്. സതീശനെ കാണാതായപ്പോൾ എവിടെയാണെന്ന് വിളിച്ചു നോക്ക് എന്ന് അദ്ദേഹം സമീപത്തിരുന്ന ആലപ്പുഴ DCC പ്രസിഡന്റ് B. ബാബു പ്രസാദിനോട് പറഞ്ഞു. YMCAയിൽ ഒരു പരിപാടിയിലാണെന്നും ഇപ്പോൾ വരുമെന്നും ബാബു പ്രസാദ് പറഞ്ഞു. അപ്പോഴാണ് പത്രക്കാരെ വിളിച്ചിരുത്തിയിട്ട് ഒരുമാതിരി മലര് പണി കാണിക്കാമോ എന്ന് സുധാകരൻ പച്ചയ്ക്ക് ചോദിച്ചത്. ചാനൽ ക്യാമറകളും മൈക്കും ഓണാണെന്ന് സമീപത്തിരുന്ന ഷാനിമോൾ ഉസ്മാനും ബാബു പ്രസാദും അപ്പോൾ അദ്ദേഹത്തോട് രഹസ്യമായി പറഞ്ഞു. അപ്പോഴും സുധാകരന് യാതൊരു ഭാവഭേദവുമില്ലായിരുന്നു. അപ്പോഴേക്കും ചാനലുകളിലും സാമൂഹിക മാധ്യമങ്ങളിലുമെല്ലാം കെ സുധാകരൻ പറഞ്ഞ വാക്ക് ട്രോളായി നിറഞ്ഞു. വിവാദം വളർന്നതോടെ പ്രതികരണവുമായി നേതാക്കൾ രംഗത്തെത്തി. VD സതീശനുമായി ഒരു പ്രശ്നമില്ലെന്നും തങ്ങൾ സഹോദരങ്ങളെ പോലെയാണെന്നും ഒക്കെ സുധാകരൻ പിന്നീട് പറഞ്ഞു. മാധ്യമങ്ങളാണ് വിവാദമുണ്ടാക്കിയത്, അങ്ങനെ ഒരു പ്രചരണം നടത്തിയത് ഒട്ടും ശരിയായില്ല, മാധ്യമങ്ങൾ മാപ്പ് പറയണം എന്നുവരെ സുധാകരൻ അങ്ങ് പറഞ്ഞു കളഞ്ഞു. പ്രതിപക്ഷ നേതാവ് വരാൻ താമസിച്ചതിനെ തുടർന്ന് താങ്കൾ ദേഷ്യപ്പെട്ടതായിട്ടാണ്. ഒരു പ്രതിപക്ഷ നേതാവിന് ഞാനെന്തിന് ദേഷ്യപ്പെടണം? പത്രക്കാരോട് പറഞ്ഞിട്ട് ഈ ദിവസങ്ങളിലെല്ലാം പരമാവധി മണിക്കൂറുകൾ നമുക്ക് വേണ്ടി നമ്മളോടൊപ്പം ഒരുമിച്ച് നടക്കുന്ന ഒരാളാണ് പ്രതിപക്ഷ നേതാവ്. ഞാൻ എന്തിനും അതിന് ക്ഷുഭിതനാവണം? പത്രക്കാരോട് പറഞ്ഞിട്ട്. പക്ഷെ എങ്കിൽ മാധ്യമങ്ങൾ കാണിച്ചൊരു അസ്വസ്ഥതയുണ്ട്. ആ അസ്വസ്ഥത കണ്ടപ്പോൾ ഞാൻ ദീപ്തിയോട് ചോദിച്ചു, എത്ര മണിക്കാണ് മാധ്യമങ്ങളെ വിളിച്ചതിന് ചോദിച്ചു. 10 മണിക്കാന്ന് പറഞ്ഞു. അപ്പോൾ സമയം 10:45 മറ്റായില്ലേ? 10:45 മറ്റേ. അപ്പം ഞാൻ പറഞ്ഞു, മണി ഇത്രയായോ, മാധ്യമങ്ങളുടെ ഒരു മര്യാദ കാണിച്ചില്ലല്ലോ എന്ന് എനിക്ക് പറഞ്ഞിട്ട് വന്നു. അത് പറഞ്ഞു. അതിൻ്റെ അപ്പുറത്ത് യാതൊരു കാര്യവും ഞാൻ പറഞ്ഞിട്ടില്ല. പത്രക്കാരോട് പറഞ്ഞിട്ട് മാത്രമല്ല, എനിക്കതിനകത്ത് സതീശൻ അന്ന് അദ്ദേഹത്തിന് വേറൊരു പ്രോഗ്രാമിൻ്റെ ഉദ്ഘാടനം, ആലപ്പുഴ DCCയുടെ ഒരു ഉദ്ഘാടന കർമ്മം അദ്ദേഹം നിർവഹിക്കാനുണ്ടായിരുന്നു. YMCAയുടെ
ചടങ്ങ്. അതിൻ്റെ അകത്ത് ആ ചടങ്ങിൽ പോയത് കൊണ്ടാണ് ഏറെ വൈകിട്ടൊന്നുമില്ല. അദ്ദേഹം ഇൻ ടൈം വന്നിരിച്ച് കുറച്ച് 5 മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് പുള്ളി വരികയും ചെയ്തിരുന്നു. നമ്മൾ തമ്മിൽ ഒരു അഭിപ്രായ വ്യത്യാസമില്ല. നിങ്ങളിതൊന്നും കെട്ടിപ്പൊക്കി കൊണ്ടു നടന്നിട്ട് എന്തെങ്കിലും ഉണ്ടാക്കിയെടുക്കാമെന്ന് നിങ്ങൾ ശ്രമിക്കരുത്. ഞാൻ ഒരു കാര്യം പറയാം, ഞാൻ ഐ ആം വെരി സ്ട്രെയിറ്റ് ഫോർവേഡ്. പത്രക്കാരോട് പറഞ്ഞിട്ട് എവിടെയും എന്തിനും ഞാൻ ആരെ മുമ്പിലും ഞാൻ വളരെ നേരെ ചൊവ്വേവാ എന്ന് പറയുന്ന ഒരാളാണ്. ഇതിനകത്തൊന്നും പിന്നെ കുശുമ്പുമില്ല, എനിക്ക് എന്താ പറയുക വളഞ്ഞ ബുദ്ധിയുമില്ല. അവിടെ നേരെ ചൊവ്വേ നിങ്ങളോട് ഞാൻ പറയുന്നത്, നിങ്ങൾക്കും എന്നോട് നേരെ ചൊവ്വേ പറയാം. നിങ്ങൾ ഇങ്ങനെയൊരു പ്രചരണം കൊടുക്കുന്നത് ഒരിക്കലും ശരിയല്ല, യാഥാർത്ഥ്യമായിട്ട് നിരക്കാത്തതാണ്. സതീശനും ഞാനും തമ്മിൽ ജ്യേഷ്ഠാനുജന്മാരെ പോലെ തന്നെയാണ് ഇപ്പോൾ ഗോറിയായിട്ട്. പത്രക്കാരോട് പറഞ്ഞിട്ട് ഇത്രയും ദിവസം നമ്മൾ ഒരുമിച്ചല്ലേ. എന്നോടൊപ്പം ഒരുപക്ഷെ എന്നേക്കാളേറെ ഈ സമര ജാഥക്ക് അദ്ദേഹമാണ് മുൻകൈയെടുത്തതും അദ്ദേഹമാണ് ഓടിയതും അദ്ദേഹമാണ് ചെയ്തതും. അവിടെ എനിക്കതൊന്നും മറക്കാൻ കഴിയില്ല. അങ്ങനെ ഒരാളെ സതീശനെ ഒന്നും നമുക്ക് തള്ളിപ്പറയാനോ മോശമാക്കാനൊന്നും ജീവിതത്തിൽ നമുക്ക് സാധിക്കില്ല. അതുകൊണ്ട് സതീശനും ഞാനും തമ്മിലൊരു അഭിപ്രായ വ്യത്യാസവും ഇല്ല. അദ്ദേഹത്തിന് ഞാൻ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. പത്രക്കാരോട് പറഞ്ഞിട്ട് ജില്ലകളിൽ ഒരു പ്രശ്നമില്ലാത്ത ഇപ്പൊ ഈ ശരിക്കും പറയാൻ ആലപ്പുഴയിൽ എത്തിയപ്പോൾ സാധാരണ പാർട്ടി പ്രവർത്തകർക്ക് ഒരു ആശയക്കുഴപ്പം ഉണ്ടാകുന്ന രീതിയിൽ ഇങ്ങനെ ഒരു കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് ഉണ്ടാകാൻ കാര്യം നിങ്ങളാണ് ഉണ്ടാക്കിയത്. നിങ്ങൾ പ്രസ് മീഡിയ പേഴ്സൺസ് ആണ് ഇത് ക്രിയേറ്റ് ചെയ്തത്. നിങ്ങൾ അതിന് എന്നോട് അപ്പോളജി ചെയ്യണം. പത്രക്കാരോട് പറഞ്ഞിട്ട് നിങ്ങൾ അതിനോട് അപ്പോളജി ചെയ്യണം. ഞാൻ പറഞ്ഞതല്ല, നിങ്ങൾ പറഞ്ഞത് തെളിവ് എൻ്റെ അടുക്കുണ്ട്. പത്രക്കാരോട് പറഞ്ഞിട്ട് തെളിവ് എൻ്റെ അടുക്കുണ്ട്. എങ്ങനെ തെളിവുണ്ട് നോക്കാം. ഇത് മാധ്യമങ്ങളിലൂടെ വന്നിട്ടും ഇത്രയും പച്ചക്കള്ളം പറയുന്നയാളാണ് KPCC പ്രസിഡന്റ് എന്ന് മനസ്സിലാക്കണം. കഷ്ടകാലത്തിന് കോൺഗ്രസിന് അടുത്ത തവണ ഭരണം കിട്ടിയാൽ മുഖ്യമന്ത്രി കസേരയ്ക്ക് ചാടി വീഴുന്ന ആദ്യ ആളുമായിരിക്കും ഇദ്ദേഹം. ഈ പൊള്ളത്തരം തുറന്നു കാണിക്കുവാനാണ് ഞങ്ങൾ മ്യൂട്ട് ചെയ്യാതെ ഇത് നൽകിയത്, ഇപ്രകാരം ഒരു തമ്പ് നൽകിയത്. ഒരു സംസ്ഥാന അധ്യക്ഷന്റെ ഭാഗത്തു നിന്നാണ് ഈ പിഴവുണ്ടായതെന്ന് മനസ്സിലാക്കണം. അണികൾ ഇപ്പോൾ അദ്ദേഹത്തെ ഒരു ബഫൂണിനെ കാണുന്നത് പോലെയാണ് കാണുന്നത്. അതുകൊണ്ടാണ് സമാപന സമ്മേളനത്തിൽ സുധാകരൻ പ്രസംഗിക്കുവാൻ വരുന്നതിന് മുമ്പ് തന്നെ അവർ ജീവനും കൊണ്ട് ഓടി രക്ഷപ്പെട്ടത്. ഈ സംഭവത്തോടെ സമരാഗ്നിയുടെ പേര് ജനങ്ങൾ മാറ്റി മൈരാഗ്നി എന്നാക്കി. ഒരു വിധത്തിൽ ഇത്രയും ദിവസം തട്ടിക്കൂട്ടി തിരുവനന്തപുരത്ത് കൊണ്ട് ഇതൊന്ന് കെട്ടുവാൻ ശ്രമിച്ചപ്പോഴും അവിടെയും സുധാകരനും സതീശനും തമ്മിലുള്ള ചക്കുളത്തിപ്പോര് മറനീക്കി പുറത്തു വന്നു. 4-5 മണിക്കൂർ ചുട്ടുപൊള്ളുന്ന വെയിലത്ത് പ്രവർത്തകർ പദയാത്രയിലും പങ്കെടുത്ത് ഒടുവിൽ 12 പേർ പ്രസംഗിച്ച് തീരുന്നതുവരെ ഇരിക്കുവാൻ കഴിയാതെ വേദിയിൽ നിന്നും മാറിയപ്പോൾ സുധാകരൻ പറയുന്നത് കേൾക്കുക. നമ്മൾ വലിയ കെട്ടിഘോഷിച്ചിട്ട് വലിയ സമ്മേളനങ്ങൾ നടത്തും. ആ സമ്മേളനങ്ങളിൽ 2 ആൾ പ്രസംഗിച്ച് കഴിയുമ്പോഴത്തേക്ക് ആള് പോകാൻ തുടങ്ങും. നേരത്തെ ഈ കസേരയെല്ലാം കാലിയാ. എന്തിനാ ഇത്രയും വലിയൊരു പൊതുയോഗം, ഇത്ര വലിയ ലക്ഷക്കണക്കിന് ഉറുപ്പിക ചെലവഴിച്ചിട്ട് ഒരു പൊതുയോഗം സംഘടിപ്പിച്ചിട്ട് അത് കേൾക്കാൻ നിങ്ങൾക്ക് മനസ്സില്ലെങ്കിൽ പിന്നെ എന്തിന് നിങ്ങൾ വരുന്നു? ഇതൊരു പാർട്ടിയല്ലേ, ഇതിനു വേണ്ടി ഒരുപാട് ത്യാഗം സഹിച്ചിട്ടല്ലേ ഞങ്ങൾ ഇതൊക്കെ നടത്തിയിരിക്കുന്നത്. സമരാഗ്നി എന്ന് പറയുന്ന ഈ ജാഥ കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ ആദ്യത്തേതാണെന്ന് ഓർമ്മ വേണം. അതിന് അതിൻ്റെതായ രാഷ്ട്രീയ പ്രാധാന്യമുണ്ട്, അതിന് അതിൻ്റെതായ രാഷ്ട്രീയ ഇമ്പാക്റ്റ് ഉണ്ട്, അതിന് അതിൻ്റെതായ രാഷ്ട്രീയ ഗുണമുണ്ട്, അതിന് അതിൻ്റെതായ രാഷ്ട്രീയ സാഹചര്യമുണ്ട്. ഇതെല്ലാം കണ്ട് മനസ്സിലായിട്ടും ഇവിടെ ഇത്തിരി നേരം ഇരുന്ന് ഇതൊന്ന് കേട്ടാൽ ഈ ഭൂമിയിൽ എന്തെങ്കിലും സംഭവിക്കുമോ? ഇതൊരു പൊതുവേദിയാണെന്നും ഈ കുറ്റപ്പെടുത്തൽ മലർന്നു കിടന്ന് തുപ്പുന്നത് പോലെയാണെന്നും ഇത് പാർട്ടിയുടെ ശോചനീയാവസ്ഥ കൂടുതൽ ജനങ്ങൾക്ക് വെളിവാക്കും എന്നൊന്നും ഓർക്കാതെയാണ് സുധാകരൻ ഇത്തരത്തിൽ പരസ്യമായി കുറ്റപ്പെടുത്തിയത്. എന്നാൽ VD സതീശൻ സുധാകരന്റെ ഈ വാക്കുകളെ അദ്ദേഹത്തിന് ഒരു കൊട്ടു കൊടുക്കാനുള്ള അവസരമായാണ് ഉപയോഗിച്ചത്. 12 പേര് പ്രസംഗിച്ചു കഴിഞ്ഞു, 13ാമതാണ് ഞാൻ പ്രസംഗിക്കുന്നത്. സ്വാഭാവികമായിട്ട് ഈ ചൂടിൽ ഇരിക്കാനൊക്കെ ആളുകൾക്ക് പാടാതുകൊണ്ടാണ്. അത് പ്രസിഡന്റ് അതിനൊരു വിഷമം മനസ്സിൽ വേണ്ട. എത്ര നേരം എന്ന് വെച്ചാൽ 5 മണിക്കൂറായി ആളുകൾ വന്നിട്ട്, അതിനതൊരു വിഷമം വേണ്ട. നമ്മുടെ പ്രവർത്തകരല്ലേ. ഇതെല്ലാം കഴിഞ്ഞ് സമാപനമായി ദേശീയഗാനത്തിന് സമയമായപ്പോൾ അതുവരെ മൈക്ക് കിട്ടാതെ ശ്വാസം മുട്ടി നിന്ന പാലോടി രവി മൈക്കിന് മുന്നിൽ ചാടി വീണ് കാണിച്ചതും വൈറലാകുകയും അതെല്ലാം നമ്മൾ കണ്ടതുമാണ്. മുൻ ഡെപ്യൂട്ടി സ്പീക്കറും 3 തവണ MLA യുമായിരുന്ന വ്യക്തിത്വമാണ്. ഇതുവരെ ദേശീയഗാനം പാടാൻ അറിയില്ല. സിദ്ദിഖ് ചാടി വീണ്
അധികം പാടാൻ സമ്മതിക്കാതിരുന്നത് കൊണ്ട് വൻ ദുരന്തം ഒഴിവായി. CD ഇടുമെന്ന് പറഞ്ഞിട്ടും അടുത്തു നിന്ന മറ്റൊരു സ്ത്രീ മൈക്കിന് മുന്നിൽ ചാടി വീണ് പാട്ട് തുടങ്ങി. ദേശീയഗാനം ആലപിക്കുമ്പോൾ നേതാക്കളുടെ ആ നിൽപ്പ് കാണുക. പഞ്ചാബ്, സിന്ധ്, ഗുജറാത്ത്, മറാഠ, ദ്രാവിഡ, ഉത്കല, ബംഗ. അങ്ങനെ സംഭവബഹുലമായ മൈരാഗ്നി അണഞ്ഞു. ഇനി ചക്കുളത്തിപ്പോര് തുടരും. ജനഗണ മംഗളദായക ജയ i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.